ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ഗോൾഡ് ഫാമാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 2 ശൾക്കർ ബോക്സ് നമുക്ക് കൈക്കൊക്കെ എടുക്കാം. നമുക്ക് ഈ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് കുറച്ച് മാഗ്മ ബ്ലോക്ക് വേണം. അപ്പോൾ നമുക്കത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെതർക്ക് പോവാം. ഞാനങ്ങനെ നെതറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു കാര്യമൊക്കെ ഓർമ്മ വന്നത്. നമുക്ക് ഈ പിഗ്ലിൻസിനായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ട് കുറച്ച് നമുക്ക് ഒപ്പിക്കാൻ പറ്റുമല്ലോ. എന്ന് വെച്ചാൽ ഗ്രാവലും അതുപോലെ നമുക്ക് അയണും അതുപോലെ നമുക്ക് മാഗ്മ ബ്ലോക്കും തരില്ല അവന്മാർ. അപ്പോൾ നമുക്ക് കുറച്ച് ഗോൾഡ് നമ്മളെ വീട്ടിലിരിക്കുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും എടുത്ത് കൊണ്ടുവരാം. ഇവന്മാരോട് നല്ല സന്തോഷത്തിൽ പറന്ന് നടക്കുന്നുണ്ട് എല്ലാവരും. നമ്മളെ അലയും അതുപോലെ തന്നെ ബീസൊക്കെ നല്ല രീതിക്ക് പറന്ന് നടക്കുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് ആവശ്യത്തിനുള്ള ഗോൾഡ് എടുക്കാം. നമുക്ക് എല്ലാ ഗോൾഡും എടുക്കാം. നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇതന്നെ എൻ്റെ കൈക്കുള്ളൂ. ബാക്കി നമ്മളെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെ അധികം ഗോൾഡൊന്നും കാണാൻ ചാൻസ് ഇല്ല. അവന്മാരെ ആവശ്യമില്ലാത്ത സമയത്ത് ഇവിടെ ഓടിങ്ങനെ നടക്കുന്നുണ്ടാവും. നമ്മളെ വെറുതെ വന്ന് അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോൾ അവന്മാരെ കാണാനൊന്നുമില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ചൊക്കെ. ഇത് നമുക്കിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ സ്പോണാവും. അപ്പോൾ നമുക്ക് അതൊന്ന് കളക്ട് ചെയ്യൽ തുടങ്ങാം. പിന്നെ ഇതിന്മേൽ നിൽക്കുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് നോക്കിയാണ് നിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് ഡാമേജ് എടുക്കും, നല്ല രീതിക്ക് ഡാമേജ് എടുക്കും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ആക്കിയിട്ട് നല്ല നോക്കി കൺട്രോളിൽ നിൽക്കണം. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ ഒന്ന് കളക്ട് ചെയ്ത് തുടങ്ങട്ടെ. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 2.5 സ്റ്റാക്കോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അധികമൊന്നും ആവശ്യമില്ല. നമുക്കൊരു 16 സ്റ്റാക്കിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാം. ഈ ഭാഗത്ത് നമുക്ക് 2.5 സ്റ്റാക്ക് കിട്ടി. പിന്നെ മാഗ്മ ബ്ലോക്ക് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് കുറച്ചധികം തന്നെ സ്പോൺ ആവുന്നുണ്ട്. നമ്മൾ ലാവുള്ള ഏരിയയിലായതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ചധികം സ്പോൺ ആവുന്നുണ്ട്. സ്പോൺ ആവുന്നത് കുറേ നമുക്ക് സ്പോൺ ആവുന്നുണ്ട്. ഏകദേശം ഒരു 1.5 സ്റ്റാക്കോളം എല്ലായിടത്തും സ്പോൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐറ്റം കളക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. നമുക്കങ്ങനെ ഈ ഏരിയയിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ടോട്ടൽ നമ്മളെ കയ്യിൽ 4.5 സ്റ്റാക്കോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഞാൻ ആവശ്യത്തിനുള്ളതൊന്ന് കളക്ട് ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള മാഗ്മ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അധികം ടൈമൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. കുറച്ച് ടൈം കൊണ്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെതറിന് വേറെ ഐറ്റംസ് കളക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിൽ തന്നെ പോവാം. നമ്മളങ്ങനെ ബേസിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഭാഗത്ത് നൈറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി നീച്ചിട്ട് വരാം. ഇനി നമുക്ക് ഫാമിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ചെസ്റ്റ് ഇവിടെ വെക്കാം. നമുക്കിതിൽ ആവശ്യത്തിനുള്ള സംഭവങ്ങൾ നമുക്ക് നിറച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് മാഗ്മ ബ്ലോക്ക് തന്നെ വെക്കാം. ഇതെല്ലാം നമുക്ക് ആദ്യം തന്നെ കൈക്കൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിറച്ച് വെക്കാം. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സാൻഡാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ സാൻഡിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് കുറച്ച് ഗ്ലാസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് സാൻഡ് കളക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ശൾക്കർ ബോക്സ് ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് നേരെ സാൻഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ നമുക്ക് നല്ലൊരു ഏരിയ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് കുറച്ചധികം സാൻഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്യാം. നമുക്ക് കറക്റ്റിനൊന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് മേലേക്ക് കയറട്ടെ. നമുക്ക് ശൾക്കർ ബോക്സ് എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇവന്മാരിവിടെ നിൽക്കുന്നുണ്ട്.
നമുക്ക് ഇവന്മാരെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് ഇവന്മാരെ എഗ്ഗിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഫാമിൽ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷേ ഇവന്മാരെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീഗ്രാസിൻ്റെ ആവശ്യമുണ്ട്. അത് കളക്ട് ചെയ്യാൻ നമുക്ക് അയൺ വേണം. എന്ന് വെച്ചാൽ നമുക്ക് ഷിയർ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും കേവ് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് കുറച്ച് അയൺ ഇവിടെ നിന്ന് തന്നെ ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് സാൻഡ് കളക്ട് ചെയ്യാം. നമ്മൾ ഷൾക്കർ ബോക്സ് തൊട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സാൻഡ് കളക്ട് ചെയ്യട്ടെ. അതായത് നമ്മൾ ആവശ്യത്തിനുള്ള സാൻഡ് ആയിട്ടുണ്ട്. ഏകദേശം കുറച്ച് ടൈമായി. നമുക്കിപ്പോൾ ഇത്രയും സാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോയി സ്മെൽറ്റ് ചെയ്ത് ഗ്ലാസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവന്മാരൊന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അയൺ കണ്ടെടുത്തണം. നമുക്കിപ്പോൾ അയണാണ് ആവശ്യമുള്ളത്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും കേവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിക്കൊന്ന് പോയി നോക്കാം. ഈ ഭാഗത്ത് സോംബീസിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സ്കെൽറ്റനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവന്മാരെ കുറച്ച് തീർത്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് അയൺ ഇവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. നമുക്കങ്ങനെ അയൺ കിട്ടിയിട്ടുണ്ട്. അയൺ കിട്ടിയിട്ടില്ല, അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച്. നമുക്ക് ഇതിമെന്ന് ഇനി കളക്ട് ചെയ്യാം. നമുക്ക് എന്തായാലും 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ അതിനെക്കാട്ടി ഇനി ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ബോ ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് വെട്ടം കിട്ടിക്കോളൂ ഇവിടെ ഒക്കെ ഒന്ന്. ഇനി നമുക്കിതൊന്ന് കളക്ട് ചെയ്യാം. ഈ ഭാഗത്ത് 2 എണ്ണം ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 എണ്ണം ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് 2 എണ്ണം മതി. അതുപോലെ തന്നെ കോൾ കൊടുക്കുക കത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതും കൊണ്ട് മേലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വുഡും കൂടി കട്ട് ചെയ്യാം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഫർണസാണ്. പക്ഷേ നമുക്ക് ഫർണസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്റ്റോൺ വെച്ചിട്ട് ഫർണസ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൊബിൾ സ്റ്റോൺ തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വുഡിൻ്റെ ഒരു പിക്കാസ് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ കുറച്ചധികം തന്നെ കൊബിൾ സ്റ്റോൺ കളക്ട് ചെയ്തെടുക്കാം. നമുക്കൊരു 8-10 ആവശ്യമുള്ളൂ. അതങ്ങനെ നമ്മൾ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫർണസ് ക്രാഫ്റ്റ് ചെയ്യാം. അതങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്പേസ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് കിട്ടിയ അയൺ ഒന്ന് സ്മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കോള് ഡയറക്റ്റ് വെക്കാൻ പറ്റണില്ല. കോളിങ്ങനെ വെക്കാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സ്മെൽറ്റായി കിട്ടട്ടെ. അത് തന്നെ നമുക്ക് 3 എണ്ണം സ്മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഷിയർ ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് പോയിക്കാണ്ട് സീഗ്രാസ് ഒന്ന് കളക്ട് ചെയ്തിട്ട് വരാം. നമുക്ക് ഇവിടെ തന്നെ കുറച്ച് ഉണ്ടാവും. നമ്മൾ കടലിൻ്റെ ഭാഗത്തായതുകൊണ്ട് ഇവിടെ അടിയിലൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് തന്നെ കളക്ട് ചെയ്യാം. നമുക്ക് അവന്മാരെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവന്മാർക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. ഇവൻ കൂടി കൊടുക്കാം ഒന്ന്. അതിൻ്റെ ഇടയ്ക്ക് സോംബീസ് വരുന്നുണ്ട്. ഇവന്മാരൊന്ന് തീർക്കണം. ഇതടുത്തത് ക്രീപ്പർ. ഡേയ്, നമുക്ക് പ്രത്യേകിച്ച് ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മളെ ഫർണസ് പോയി. അതുപോലെ തന്നെ കുറച്ച് വുഡും ഉണ്ടായിരുന്നു, അതും പോയി തോന്നുന്നു. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. നേണ്ട ഇവന്മാർ ഇവിടെ മുട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സാധാരണ 4-5 മുട്ടൊക്കെ ഒപ്പം ഇവന്മാർ ഇടലുണ്ട്. ഇന്നെന്തേ പറ്റിയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഒന്നിൻ്റെ ആവശ്യം തന്നെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇനി നമുക്ക് കിട്ടിയ സാൻഡൊക്കെ എടുത്തിട്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ സ്മെൽറ്റായി കിട്ടിക്കോളും. നമുക്ക് അത്രക്കും ഫാസ്റ്റായിട്ടുള്ള സ്മെൽറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഐറ്റംസ് പെട്ടെന്ന് തന്നെ സ്മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിത് സ്മെൽറ്റ് ചെയ്തിട്ട് ഗ്ലാസ് ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ കൊടുത്ത സാൻഡൊക്കെ സ്മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഗ്ലാസ് തന്നെ നമുക്ക് ആവശ്യത്തിന് വരുന്നുള്ളൂ. നമുക്ക് പെട്ടിയിൽ ആക്കി വെക്കാം. അതന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന്മാരെന്താ പുറത്തിറങ്ങി കിടക്കണേ? അവന്മാരെ എങ്ങനെയായാലും ആ ട്രഷർ പ്ലേറ്റുമ്പോൾ വന്ന് ഇരുന്നിട്ടുണ്ടാവും. അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. നമ്മളൊരു ഐറ്റം കൈക്ക് കൊടുത്താൽ മതി. ഇനി ബാക്കി നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ അവന്മാരെടുത്ത് കൊടുന്നോളും. വാടാ വാടാ, എൻ്റെ അടുത്ത് വാ. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഐറ്റം വാങ്ങിയാൽ മതി. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അകത്ത് തന്നെ നിന്നോളും. നമുക്ക് ബീസ് പുറത്ത് പോയിച്ചിട്ട് പ്രശ്നമില്ല. പക്ഷേ ഇവന്മാർ പുറത്ത് പോയാൽ പിന്നെ നമുക്ക് ഇവന്മാരെ കിട്ടൂല. ബീസിന് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രീഡ് ചെയ്യിപ്പിച്ച് കുറേ ഒപ്പിക്കാൻ പറ്റും. ഒരുത്തതാ പോണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഐറ്റം ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് പോവാം. നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയ ഗ്ലാസ്സൊക്കെ നമുക്ക് എടുത്ത് പെട്ടിയിലാക്കി വെക്കാം. അതന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഹോപ്പറാണ്. നമുക്ക് 25 ഹോപ്പറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ 8 ഹോപ്പർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി കുറച്ച് ചെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ളത് ക്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ 10 കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ കയ്യിലുള്ള അയണൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് അയൺ എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഹോപ്പറും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് അതിന് 25 ഹോപ്പർ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റിന് 25 ആക്കി കൊണ്ടുപോകണ്ട. ഒരു 2 കൂടി ക്രാഫ്റ്റ് ചെയ്യാം.
ഇനിയിപ്പോൾ കിട്ടിയ ഹോപ്പറൊക്കെ എടുത്ത് നമുക്ക് പെട്ടിയിലാക്കി വെക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അയൺ നമുക്ക് ഈ ചെസ്റ്റിലും ആക്കി വെക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് നമുക്ക് 10 ഹോപ്പറിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 10 ഹോപ്പർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. അതന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സ്കാൽഫോൾഡിംഗ് ആണ്. അത് നമ്മളെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഏതോ പെട്ടിയിൽ അതിൽ കുറച്ച് ഇരിക്കുന്നുണ്ട്. നമുക്ക് 2 സ്റ്റാക്കോളം എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാർപ്പറ്റാണ്. നമ്മൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഷീപ്പ് ഫാർമൊക്കെ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് വൂള് ഇവിടുന്ന് കളക്ട് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് കാർപ്പറ്റ് ആക്കി മാറ്റാം. നമുക്കങ്ങനെ 1.5 സ്റ്റാക്കോളം നമുക്ക് കാർപ്പറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ട്രാപ്പ് ഡോറാണ്. അത് നമ്മളെ കയ്യിൽ കുറച്ച് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫുള്ള് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സിമ്പിൾ ഫാർമാണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഐറ്റംസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത്രയും ഐറ്റംസിന് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഐറ്റംസൊക്കെ നമുക്ക് ഷൾക്കർ ബോക്സിലാക്കി വെക്കാം. എന്നാലും നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് 2 ഷൾക്കർ ബോക്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2ലും നിറച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നെതറിൽ എത്തിയിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം. നെതർക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഒരു സാധനം കൂടി ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് ലാഡർ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നെതറിൻ്റെ റൂഫിലാണ് നമ്മൾ ഫാം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഡർപ്പേളും അതുപോലെ തന്നെ ലാഡറിൻ്റെയും ആവശ്യമുണ്ട്. നമ്മളങ്ങനെ നെതറിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി നെതർ പോർട്ടലൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ മേലെ പോയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റണത്. അപ്പോൾ ഇനി അത് പെട്ടെന്ന് തന്നെ പൊട്ടിച്ച് മാറ്റട്ടെ. അതന്നെ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ 14 ഒബ്സിഡിയൻ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പോയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിന് മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറച്ച് ബ്ലോക്ക് എടുത്തതിന് ശേഷം നമുക്ക് മേലേക്ക് പോവാം. ഇനി നമുക്ക് ഇതിന് ഏറ്റവും മേലേക്ക് വരെ പോകണം. എന്ന് വെച്ചാൽ നമുക്ക് ബെഡ് റോക്ക് വരെ ഒന്ന് എത്തണം. നമ്മളങ്ങനെ ബെഡ് റോക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തെ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഏറ്റവും മേലുള്ള ബെഡ് റോക്ക് ഒന്ന് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മേൽക്കുള്ള ഒരു ബെഡ് റോക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഈ ബ്ലോക്ക് ഏറ്റവും മേലത്തെ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ലാഡർ ഒന്ന് എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് എൻഡർപേൾ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഒബ്സിഡിയൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഇല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയതിൻ്റെ ശേഷം നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്തിട്ട് വരാം. ഇനി നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നെതർ പോർട്ടൽ സെറ്റ് ചെയ്ത് വെക്കണം. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് ഇതെങ്ങനെ കത്തിക്കുന്നതാണ്. ഞാനങ്ങനെ വീട്ടിൽ പോകും. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ വീട്ടിൽ പോവുക? നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തന്നെ തെളിഞ്ഞ് വരുന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ലാവയും അതുപോലെ തന്നെ വുഡും വെച്ച് കത്തിച്ച് കണ്ട് ഒരു പരിപാടി ഉണ്ടല്ലോ. നമുക്കത് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് വുഡ് ഇവിടുന്ന് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലാവ പിന്നെ ഇവിടെ ആവശ്യത്തിന് ഏറെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ലാവ എടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും കത്തിക്കാൻ പറ്റും. പോർട്ടൽ കത്തിക്കാൻ പറ്റും. ഇനി നമുക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ റൂഫിൽ തന്നെ കയറാം. നമുക്ക് അവിടുന്ന് വെച്ചിട്ട് ഇത് കത്തിക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. നമ്മളങ്ങനെ പിന്നെ മേലെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്കൊന്ന് കയറി കൊടുക്കണം. അതിന് എൻഡർപേൾ നമുക്ക് കൈക്കൊക്കെ എടുക്കാം. ഇനി നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒന്ന് കറക്റ്റിന് കയറി കൊടുത്തിട്ട് സെൻറ്റർക്കൊന്ന് ഇട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ എത്തും. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നെതർ പോർട്ടലൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇവനെങ്ങനെ ഇവിടെ എത്തി? അങ്ങനെ നമ്മൾ പോർട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വുഡ് എടുക്കാം. നമുക്ക് ബ്ലാങ്ക് ആക്കി മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ചിങ്ങനെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ലാവ ഒഴിച്ച് വെച്ചാൽ മതി. ഇത് താനെ കത്തിക്കോളും. അപ്പോൾ നമുക്ക് ലാവ കൈക്ക് എടുക്കാം. ഈ ഭാഗത്തായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒഴിച്ച് വെച്ചേക്കാം. ഇതിന് കുറച്ച് ടൈം എടുക്കുമ്പോൾ ഇത് താനെ കത്തിക്കോളും. ഇനി നമുക്ക് മഷ്റൂം കിട്ടാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ മേലായിട്ട് എല്ലാ മഷ്റൂമും സ്പോൺ ആയിട്ടുണ്ടാവും. ഈ റെഡ് മഷ്റൂമും അതുപോലെ തന്നെ മറ്റേ ഗ്രേ മഷ്റൂമും ഇവിടെ തന്നെ സ്പോൺ ആയിട്ടുണ്ടാവും. ഇതെങ്ങനെ ഇതിൻ്റെ മേലെ സ്പോൺ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബെഡ് റോക്കുമിലാണ് ഇത് സ്പോൺ ആയിട്ടുള്ളത്. അതെന്താ മാത്രമൊക്കെ മനസ്സിലായില്ല. വേറെ മോബും കാര്യങ്ങളൊന്നും ഇവിടെ സ്പോൺ ആവില്ല. നമ്മളിപ്പോൾ കുറച്ച് ടൈമായി ഇവിടെ നിൽക്കൽ തുടങ്ങിയിട്ട്. പക്ഷേ ഇത് ലൈറ്റ് ആയിട്ടില്ല ഇതുവരെ ആയിട്ടും. നമ്മളതിൻ്റെ കുറച്ച് വിട്ടായിട്ടാണ് തോന്നുന്നുണ്ട്. നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. പക്ഷെ നമ്മൾ ലാവ ഒഴിച്ചാലും ഈ പ്ലാങ്കിൽ സ്പാർക്ക് വരേണ്ടതാണ്. പക്ഷേ ഈ പ്ലാങ്ക് കത്തണമെന്ന് കാണുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടി വുഡ് വെച്ച് നോക്കാം. നമുക്കെന്തായാലും പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫാം ഉണ്ടാക്കൽ തുടങ്ങാം. ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ എന്തായാലും കത്തേണ്ടതാണ്. ഇവിടെ നിന്ന് റെഡി ആവട്ടെ. ഇത് നമുക്കെന്തായാലും ഫാമിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ഷൾക്കർ ബോക്സ് ഈ ഒരു ഏരിയയിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അത് കുറച്ച് ടൈം കഴിയുമ്പോൾ കത്തിക്കോളും തോന്നുന്നു. നമുക്ക് പിന്നെ ഫാമിന് പണി സ്റ്റാർട്ട് ചെയ്യാം.
ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റാക്ക് സ്കാഫോൾഡിങ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഒരു സ്റ്റാക്ക് നമുക്ക് കറക്റ്റിന് വെക്കണം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് 9x7 പ്ലാറ്റ്ഫോം കൊണ്ട് സെറ്റ് ചെയ്തെടുക്കണം. അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. അത് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 ഡബിൾ ചെസ്റ്റ് ഈ ഭാഗത്തുനിന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗോൾഡൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തുനിന്ന് കുറച്ച് ഹോപ്പർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാർപ്പറ്റാണ് വെക്കാനുള്ളത്. പക്ഷേ ഞാൻ ഈ ഭാഗത്ത് ഗ്ലാസ് വെച്ചുകൊണ്ട് കാർപ്പറ്റ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ വേറെ ഏതെങ്കിലും ബ്ലോക്ക് ആണെങ്കിൽ ഇവിടെ സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർപ്പറ്റ് വെക്കുന്നത്. ഇതിപ്പോൾ കാർപ്പറ്റും അതുപോലെ തന്നെ ഗ്ലാസ്സും ആയതുകൊണ്ട് വേറെ ഒന്നും സ്പോൺ ആവില്ല. വേറെ ഏതെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ ഇവിടെ മോബ് സ്പോൺ ആവും. ഇനി നമുക്ക് ഇതിൻ്റെ മേലായിട്ട് ഇതുപോലെ നമുക്ക് ഗ്ലാസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് 25 ബ്ലോക്ക് ഗ്ലാസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ നമ്മളങ്ങനെ ഗ്ലാസ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് മാഗ്മ ബ്ലോക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊന്ന് എടുത്തുകൊണ്ടിട്ടെ. നമുക്ക് ഈ ഗ്ലാസ്സിൽ നിന്ന് നടുക്കത്തെ ബ്ലോക്ക് നമുക്ക് 14 ബ്ലോക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മളങ്ങനെ 14 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഒന്ന് റൗണ്ട് ആക്കി എടുക്കട്ടെ. ഇതുപോലെ നമുക്ക് എല്ലാ സൈഡിലും ചെയ്തെടുക്കണം. അതങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ബ്ലോക്ക് സെറ്റ് ചെയ്ത് വെക്കണം. മാഗ്മ ബ്ലോക്കിൻ്റെ ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതങ്ങനെ എല്ലായിടത്തും നമ്മൾ കംപ്ലീറ്റ് വെച്ച് തീർത്തിട്ടുണ്ട്. ഇവന്മാരിപ്പോൾ തന്നെ ഇവിടെ സ്പോണിൽ തുടങ്ങി കുറച്ചധികം തന്നെ നിൽക്കുന്നുണ്ട്. ഇവന്മാരെ അറിയാതെ ഒന്ന് തൊട്ട് പോയാൽ നമ്മളൊക്കെ അത് തീർന്ന്. ഇനി നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാനുള്ളത് നമുക്ക് എഗ്ഗ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 ബ്ലോക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ബാക്കി 2 ബ്ലോക്ക് നമുക്ക് പൊട്ടിച്ച് മാറ്റാം. ഇതിൻ്റെ മേലായിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ മേലായിട്ട് നമ്മൾ എഗ്ഗ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവന്മാരെല്ലാവരും വന്ന് ഇതിലേക്ക് ചാടിക്കോളും. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം. എന്നാലേ ഇവന്മാർ കറക്റ്റിന് വന്ന് ചാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. നമ്മൾ ഈ മുട്ടമക്ക് ഇവന്മാരെ ആക്കിപ്പിക്കരുത്. അല്ലാണ്ട് ഇവന്മാർ ഇതുമായി കയറി ചാടി പൊട്ടിച്ചു. അപ്പോൾ നമുക്ക് കറക്റ്റിന് ഇതൊന്ന് വെച്ച് കൊടുക്കണം. നമുക്ക് ഇപ്പോൾ തൽക്കാലത്തിന് ഈ മുട്ട ഒന്ന് കവർ ചെയ്ത് വെക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. അമ്മമാർക്ക് അവിടെ എത്താത്ത രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും ട്രാപ്പ് ഡോർ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവന്മാർ നടന്നു വന്നാണ്ട് കില്ലിംഗ് ചേമ്പർക്ക് ഒന്ന് വീണോളും. ഇനി ഇതിന് മേലായിട്ട് നമുക്ക് ഗ്ലാസ് സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ മറ്റേ ബലൂണും ഇവിടെ സ്പോൺ ആയതിൻ്റെ ശേഷം ഇതൊക്കെ പൊട്ടിത്തെറിപ്പിക്കും. നമ്മൾ AFK നിൽക്കുന്ന ടൈമിലാവും അവൻ സ്പോൺ ആവണത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് മേലെ ഗ്ലാസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്ലാസ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലൈന് വരക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് പൊട്ടിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ സൈഡും ഒന്ന് ചെയ്തെടുക്കണം. അതന്നെ കംപ്ലീറ്റ് വെച്ച് തീർത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഗ്യാസ് ഇനി സ്പോൺ ആവില്ല. ഇവന്മാർ സ്പോൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തേക്ക് പോയി വീണുണ്ട്. ഇവന്മാരെ ആരും ഇപ്പോൾ വന്ന് ചാടാത്തത് ഇതിൻ്റെ മേലെ ഗ്ലാസ് ഉണ്ടായതുകൊണ്ടാണ്. 2 ബ്ലോക്ക് മാറ്റി കൊടുക്കണം. എന്നാലേ ഇവന്മാർ വന്ന് ചാടുള്ളൂ. അപ്പോൾ നമുക്ക് 2 ബ്ലോക്ക് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ മേലായിട്ട് നമുക്ക് AFK പോയിൻ്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേൽക്കായിട്ട് കയറണം. ഇനി നമുക്ക് ബിൽഡ് ലിമിറ്റ് വരെ സ്കാഫോൾഡിങ് വെക്കണം. നമ്മൾ ഏറ്റവും മേലെയായിട്ടാണ് AFK പോയിൻ്റ് സെറ്റ് ചെയ്യണത്. അങ്ങനെ ബിൽഡ് ലിമിറ്റ് വരെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേൽക്ക് കയറാം. ഇനി നമുക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ഏരിയ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മൾ നിൽക്കാൻ പോണത്. അപ്പോൾ അവന്മാർ ഇങ്ങനെ അടിയിൽ സ്പോൺ ആവുന്നുണ്ട്. നല്ല രീതിക്ക് സ്പോൺ ആവണമെന്നില്ല, പക്ഷേ കുറച്ചായിട്ടാണെങ്കിലും സ്പോൺ ആവുന്നുണ്ട്. നമുക്ക് വേണ്ട ഗോൾഡൊക്കെ ഇതിൽ തന്നെ കിട്ടിക്കോളും. ഇതിപ്പോഴും നെതർ പോർട്ടൽ ഓൺ ആയിട്ടില്ല. നമുക്ക് തോന്നുന്നത് ഈ നെതറിലൊന്നും മരങ്ങൾക്ക് തീ വരില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഓൺ ആവാത്തത്. നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഇതെങ്ങനെയും ഓണാക്കണം. ഇപ്പോൾ കുറേ നമ്മൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അതൊന്നും നടന്നില്ല. നമുക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ. കത്തും തോന്നുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ട് കത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇനിയിപ്പോൾ ട്രാപ്പ് ഡോറാണ് ട്രൈ ചെയ്യാൻ പോണത്. നമുക്കിതൊന്ന് ഇവിടെ കത്തിച്ച് നോക്കാം. കത്തൂല എന്നാണ് തോന്നണത്, എന്നാലും ഒന്ന് വെച്ച് നോക്കാം. അതെല്ലാം അവിടെ കിടന്ന് സെറ്റ് ആകട്ടെ. കുറച്ച് ടൈം അതിന് കൊടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഷൾക്കർ ബോക്സിലൊന്ന് പോയി നോക്കട്ടെ. ഇനി നമുക്ക് കാർപ്പറ്റ് ഉണ്ട്. കാർപ്പറ്റ് കത്തുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഏരിയക്കകത്ത് ഫുള്ള് കാർപ്പറ്റ് വെക്കാം. കാർപ്പറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കത്തേണ്ടതാണ്. പിന്നെ നമുക്ക് എല്ലാ ഭാഗത്തും കുറച്ചായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കാർപ്പറ്റ്. എന്നാലും പെട്ടെന്ന് കത്തി പിടിച്ചോളും. ലാവയിൽ വെച്ചാൽ ഇത് ഒറ്റടിക്ക് കത്തി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെയും കത്തിപ്പോയി. നമുക്ക് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കത്തി പിടിക്കാമെന്ന് നോക്കണം. ടൈം എടുത്ത് നോക്കാം കുറച്ച് നേരം. കാർപ്പറ്റ് കത്തുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കത്തിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. നമുക്കപ്പോൾ
നമ്മളെ വീട്ടിലേക്കൊന്ന് പോവാം. ഇതൊന്ന് പെട്ടെന്നൊന്ന് കത്തി പിടിച്ചിരുന്നെങ്കിൽ. ഫുള്ള് കാർപ്പറ്റ് കത്തുണ്ട്. നോക്കട്ടെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എന്തായാലും ഇത് ഓപ്പൺ ആവേണ്ടതാണ്. കാർപ്പറ്റ് കുറച്ചൊക്കെ കത്തിപ്പോയി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അതങ്ങനെ കത്തിപ്പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വേറെ കാർപ്പറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്ത് നോക്കാം. ഈ ഐഡിയും കൂടി നടന്നിട്ടില്ലെങ്കിൽ നമുക്കിന്ന് വീട്ടിൽ തിരിച്ചു പോക്കുണ്ടാവില്ല. ഇവിടെ ഫുള്ള് ഗോൾഡ് വിറ്റ് നടക്കേണ്ടി വരും. വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതൊന്ന് പെട്ടെന്ന് കത്തിയിരുന്നെങ്കിൽ ലാവ ഇവന്മാരിന്ന് ശ്രദ്ധിക്കണമല്ലോ ഇതിൻ്റെ ഇടയ്ക്ക്. കിട്ടി. നമ്മുടെ എയർപോർട്ടിൽ ഓണായിട്ടുണ്ട്. ഇനിയെങ്കിലും നമുക്കൊന്ന് സമാധാനമായിട്ട് വീട്ടിൽ പോവാം. ഇപ്പോഴാണ് ഒരു സമാധാനം ആയത്. ഇത്രയും നേരം ഇവിടെ കിടന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇന്ന്. അതുകൊണ്ട് താഴെ ഒരു ചെറിയ പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ എഫ്ക്കൊക്കെ നിന്ന് നോക്കി പിഗ്ലിൻസ് സ്പോൺ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ അവന്മാർ ആരോട് സ്പോൺ ആയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗോൾഡ് കൊടുത്തിട്ട് നമുക്ക് അയണും അതുപോലെ തന്നെ ഗ്രാവലും ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ നമുക്കിത് ലൈറ്റ് ചെയ്യാൻ പറ്റും. അത് കുറേ നോക്കി, പക്ഷേ അതും പറ്റിയില്ല. ഇപ്പം എന്തായാലും ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ പോവാം. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇവിടെ എഫ്ക്ക് നിന്ന് നോക്കാം. നമുക്ക് എത്ര ഗോൾഡ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ഇതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇവന്മാർ സ്പോൺ ആവുന്നുണ്ട്, നല്ല രീതിക്ക് സ്പോൺ ആവുന്ന തന്നെ ഉണ്ട്. നമുക്കപ്പോൾ ഒരു അരമണിക്കൂർ ഇവിടെ നിന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് താഴത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം നമുക്ക് എത്ര ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവന്മാർ കുറച്ചൊക്കെ താഴത്ത് സ്പോൺ ആയിട്ടുണ്ട്. നമ്മൾ കാർപ്പറ്റ് വെക്കാത്ത ഭാഗത്ത് ഇവന്മാർ സ്പോൺ ആയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിൽക്കട്ടെ, നമുക്ക് അറ്റാക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഇനി നമുക്ക് എത്ര ഐറ്റംസ് കിട്ടിയിരിക്കണമെന്ന് നോക്കാം. ഇതിൽ 20 എണ്ണം കിട്ടിയിട്ടുള്ളൂ. ഇതിൽ പിന്നെയും കുറച്ചുണ്ട്. ഇതിൽ 18 ഉണ്ട്. നമുക്ക് അപ്പോൾ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. നമ്മളെ കയ്യിൽ അങ്ങനെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഇൻഗറ്റാക്കി മാറ്റിയെടുക്കാം. നമുക്കത് 2 സ്റ്റാക്കും അതുപോലെ തന്നെ 42 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലും കുറച്ച് നഗറ്റ്സും കൂടി ഉണ്ട്. അത് നമുക്ക് ഇങ്ങോട്ടാക്കി മാറ്റാം. നമുക്ക് 2 സ്റ്റാക്കും 55 എണ്ണം കിട്ടിയിട്ടുണ്ട് അരമണിക്കൂർ നിന്നപ്പോൾ. അപ്പോൾ നമ്മളൊരു ഗോൾഡ് ഫാർം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡിനും കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. റെയിലും പവർ റെയിലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോൾഡൊക്കെ യൂസ് ആവും. അപ്പം ഇനി നമുക്ക് വീട്ടിൽ തന്നെ പോവാം. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഗോൾഡൊക്കെ കൊണ്ടുപോയി വെക്കാം. നമുക്ക് ഇങ്ങനെ വീട്ടിലേക്ക് പോകണക്കാട്ടി നല്ലത് എപ്പോഴും എൻട്രപ്പിൾ യൂസ് ചെയ്യണതല്ലേ. എൻട്രപ്പിൾ യൂസ് ചെയ്താൽ ഒന്നുകൂടി പെട്ടെന്ന് എത്തേണ്ടതാണ്. കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എത്തുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് എൻട്രപ്പിൾ യൂസ് ചെയ്യുമ്പോൾ. നമുക്കൊരു ലോഡിങ് വരും. അല്ലെങ്കിൽ എൻട്രപ്പിൾ യൂസ് ചെയ്യുമ്പോൾ ആ ലോഡിങ് ഇല്ല. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ എൻട്രപ്പിൾ കൊണ്ട് എറിഞ്ഞ് നമ്മളപ്പോൾ തന്നെ എത്തുകയും ചെയ്ത്. അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് എത്തും. ഒരു ചെറിയൊരു ലോഡിങ് ഉണ്ടാവും, പക്ഷേ നമ്മൾ ഇതിൽ കയറി നിൽക്കണ അത്ര വരില്ല. അതുകൊണ്ട് ഇതുപോലെ പെട്ടെന്ന് എത്തുന്നുണ്ട്. നമുക്ക് എൻട്രപ്പിൾ യൂസ് ചെയ്യണതാണ് ഒന്നുകൂടി ഫാസ്റ്റായിട്ടുള്ള മാർഗ്ഗം. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഗോൾഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാം. നമുക്കപ്പോൾ ഗോൾഡൻ ക്യാരറ്റാണ് നമുക്ക് ഏറ്റവും നല്ല ഫുഡ് എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാം. ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് അധികം നേരം വിശക്കൊന്നുമില്ല. കുറേ നേരം നമുക്ക് കഴിഞ്ഞാൽ വിശക്കുള്ളൂ. അപ്പോൾ ഗോൾഡൻ ക്യാരറ്റാണ് നല്ലത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് കഴിക്കാം. ഇത്രയും കാലം നമ്മളിത് ഉണ്ടാക്കാഞ്ഞത് നമുക്ക് കുറച്ച് ഗോൾഡേ കിട്ടിയെന്നുള്ളൂ. നമ്മൾ മൈനിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന ഗോൾഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഗോൾഡ് കിട്ടിക്കോളും. കുറച്ച് നേരം അവിടെ പോയി എഫ്ക്ക് നിന്നാൽ മതി. ഇപ്പം ഞാൻ അധികം നേരം ഈ ഭാഗത്താണ് ഉണ്ടാവല്. ഇവിടെ എന്തെങ്കിലും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് നോക്കിയിട്ടാണ് നിൽക്കൽ. ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ലൊരു ഭംഗിയുണ്ട് ഈ ഏരിയയിൽ. പിന്നെ ഇവന്മാരിവിടെ പറന്ന് നടക്കണം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭാഗം ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.